ഓം ശ്രീ മഹാദേവി നമഃ. നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 838 മുതൽ 861 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ പരാശക്തിയൈ നമഃ. മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗജ്ഞി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോധരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽഗുഷ്ട ശാന്ത്യതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിധാഘാനലോലുഭ കൽപ്പനാരഹിത കാഷ്ട കാന്താകാന്താർത്ഥ വിഗ്രഹ. ഈ നാമത്തിന്റെ അർത്ഥങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓം മുകുന്ദായി നമ. മുക്തി നൽകുന്നവളായ ദേവിയാണ്. മൂവെന്നാൽ മോക്ഷം നൽകുന്നവൾ, മുക്തി നൽകുന്നവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. കുന്ദ എന്നാൽ നൽകുന്ന എന്നർത്ഥം. ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷം നൽകുന്ന മോക്ഷപ്രദായിനിയായ ദേവിയെക്കുറിച്ചാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. ഓം മുക്തിനിലയായി നമ. അതായത് ഭക്തിയിലൂടെയും സാധനയിലൂടെയും ഒരു ഭക്തൻ എത്തിച്ചേരുന്നത് ആ പരബ്രഹ്മസ്വരൂപത്തിലേക്കാണ്. അങ്ങനെ പരബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ മുക്തിനിലയ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കാം. മൂലവിഗ്രഹരൂപിണി നമ. സകലതിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ദേവിയെക്കുറിച്ച് പറയുന്നു. അതാണ് മൂലവിഗ്രഹ രൂപിണി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം നോക്കാം. ഭാവജ്ഞായേ നമ. ഭക്തരുടെ എല്ലാ ഭാവങ്ങളും അറിയുന്നവൾ അല്ലേ. അങ്ങനെയുള്ള ദേവിയാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. ഓം ഭവരോഗജ്ഞേ നമ. എന്താണ് അതിൻ്റെ അർത്ഥം? സംസാരമാകുന്ന മഹാരോഗത്തെ നശിപ്പിച്ച് ജ്ഞാനം പ്രദാനം ചെയ്യുന്നവളാണ് ദേവിയെന്ന് നാമാർത്ഥം. ഭവചക്രപ്രവർത്തിന്യേ നമ. അതായത് ഈ സംസാര ചക്രത്തെ നിയന്ത്രിക്കുന്നവൾ, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നിയന്ത്രിച്ച് സംസാര ചക്രത്തെ നിയന്ത്രിക്കുന്നവൾ എന്ന് നാമാർത്ഥം. ഓം ഛന്ദസാരായേ നമ. ഛന്ദസ് എന്നാൽ വേദം എന്നാണ് അർത്ഥം. വേദസ്വരൂപിണിയായ ദേവി, അതായത് ഗായത്രി മന്ത്രം പോലെയുള്ള വേദങ്ങളുടെ സ്വരൂപമായവൾ എന്ന് നാമാർത്ഥം. ശാസ്ത്രസാരായേ നമ. ശാസ്ത്രങ്ങളുടെ സാരമായ ദേവിക്ക് നമസ്കാരം. ദേവി ശാസ്ത്രങ്ങളുടെ എല്ലാം സാരമാണല്ലേ. ഓം മന്ത്രസാരായേ നമ. എല്ലാ മന്ത്രങ്ങളുടെയും സാരമായ ദേവി എന്ന് നാമാർത്ഥം. തലോധര്യേ നമ. കൃശോധരിയായവൾ, അതായത് ദേവിയുടെ വയറ് ഉദരം വളരെ മെലിഞ്ഞതാണ്. മെലിഞ്ഞ ഉദരത്തോട് കൂടിയ ദേവി എന്ന് നാമാർത്ഥം. ഉദാരകീർത്തിയെ നമ. സത്കീർത്തിയോട് കൂടിയവൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ദേവിയെ കുറിച്ചാണ് ആ നാമം സൂചിപ്പിക്കുന്നത്. ഉദ്ധാമ വൈഭവായേ നമ. അതിശ്രേഷ്ഠമായ വൈഭവത്തോട് കൂടിയ ദേവി എന്ന് സാരം. ഓം വർണ്ണരൂപിണ്യൈ നമ. അതായത് ദേവിക്ക് ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ വർണ്ണങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മള് മുൻപുള്ള നാമങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വർണ്ണരൂപിണിയായ, അക്ഷരങ്ങളുടെ വർണ്ണരൂപിണിയായ ദേവിയെ കുറിച്ച് പറയുന്ന നാമം. ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിന്യൈ നമ. ജന്മ മൃത്യുജര എന്നിവയാൽ ദുഃഖമാകുന്ന ജനങ്ങൾക്ക് ശാന്തി നൽകുന്നവളാണ് ദേവി അല്ലേ. സർവചരാചരങ്ങൾക്കും
ഓരോ തരം ദുഃഖങ്ങളും ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ദുഃഖങ്ങൾക്കെല്ലാം ശാന്തി നൽകുന്നവളായ ദേവിയെ കുറിച്ച് പറയുന്ന നാമം. സർവോപനിഷദുൽഗുഷ്ഠായേ നമ. ഉൽകൃഷ്ട എന്നാൽ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന, അതായത് വേദോപനിഷത്തുക്കളാൽ വാഴ്ത്തപ്പെടുന്നവളാണ് ദേവി എന്ന് സാരം. ശാന്ത്യതീതകലാത്മികായേ നമ. ശാന്തി എന്ന അവസ്ഥയ്ക്ക് അതീതയായ പരാശക്തി എന്ന് സാരം. അതുപോലെ ശാന്ത്യതീതം എന്ന കലയാകുന്ന ദേവിയെന്നും നാമാർത്ഥം സൂചിപ്പിക്കാം. ഓം ഗംഭീരായേ നമ. അഗാധമായ മഹിമയും ഗഹനവുമായ തത്വസ്വരൂപമായവൾ എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. അടുത്ത നാമം നോക്കാം. ഗഗനാന്തസ്ഥായേ നമ. ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെക്കുറിച്ച് പറയുന്ന നാമമാണ്. ഗർവിതായേ നമ. സൃഷ്ടിയുടെ അഭിമാനത്തിനെയാണ് ഇവിടെ ഗർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം എന്നതല്ല, സൃഷ്ടിയിലുള്ള അഭിമാനത്തിനെയാണ് ഇവിടെ ഗർവ് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ നാമത്തിൽ ഗർവിതായേ എന്ന് പറയാം. ഗാനലോലുഭായേ നമ. സംഗീതപ്രിയയായ ദേവി എന്നാണ് നാമാർത്ഥം ഉദ്ദേശിക്കുന്നത്. ഓം കൽപ്പനാരഹിതായേ നമ. കൽപ്പന എന്ന് പറഞ്ഞാൽ അചിന്ത്യമായത്, നമുക്ക് ചിന്തിക്കാൻ, നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്തവളായ ദേവി എന്നാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. ഓം കാഷ്ഠായേ നമ. കാഷ്ഠ എന്നതിനർത്ഥം ഉന്നതമായ സ്ഥാനം, പരമമായ ലക്ഷ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. സകല ആത്മസാധകരുടെയും പരമമായ ലക്ഷ്യമാണ് ദേവി എന്ന് നാമാർത്ഥം പറയുന്നു. അടുത്ത നാമം നോക്കാം. അഗാന്ധായേ നമ. ദുഃഖവും താപവും അകറ്റുന്നവളാണ് ദേവി അല്ലേ. അന്തമോ പരിധിയോ ഇല്ലാത്തവളായ ദേവിയെന്നും ഈ നാമാർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത നാമം നോക്കാം. ഓം കാന്താർദ്ധ വിഗ്രഹായേ നമ. പരമേശ്വരന്റെ പാതി ശരീരമായ ദേവിയെ കുറിച്ച് പറയുന്ന നാമമാണ്. അങ്ങനെയുള്ള നാമത്തോടു കൂടിയ ദേവി എന്ന് സാരാംശം. നമ്മളിന്ന് 861 വരെയുള്ള നാമങ്ങളാണ് അറിഞ്ഞത്. അടുത്ത നാമങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.